മോഹൻലാൽ നായകനായിക സ്ഫടികം എന്ന സിനിമയിൽ ആടുതോമയുടെ മാസ് സീനുകൾ കഴിഞ്ഞ ശേഷമായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഇമോഷണൽ രംഗങ്ങൾ കാണിച്ചത്. ഇന്നും മാസ് സിനിമകളിൽ മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് സ്ഫടികം. അതേസമയം മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി എത്തിയ ചിത്രമാണ് ലൂസിഫർ. ആ സിനിമയിൽ സ്റ്റീഫൻ്റെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരാളെ നഷ്ടമായത് കാണിച്ചതിന് ശേഷമാണ് അയാളുടെ മാസ് സീനുകൾ കാണിക്കുന്നത്. എന്തുകൊണ്ടായിരുന്നു മാസ് കാണിക്കുന്നതിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ലൂസിഫറിൻ്റെ തിരക്കഥ ഒരുക്കിയ മുരളി ഗോപി. മാസിന് എൻ്റെ മനസ്സിൽ ഒരു ഡെഫിനിഷനുണ്ട്. അതനുസരിച്ചാണ് ഞാൻ എഴുതുന്നത്. ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സീൻ വന്നപ്പോഴാണ് ആളുകൾക്ക് രോമാഞ്ചമുണ്ടായതെന്ന് പറഞ്ഞ് അതുപോലെ ഞാനും എൻ്റെ സിനിമയിൽ ചെയ്യണമെന്ന് കരുതാറില്ല. ആ രീതിയിൽ ഞാൻ ഒന്നിനെയും സമീപിക്കാറില്ല. ഞാൻ ബേസിക്കലി ഒരു മെയിൻ സ്ട്രീം ഫിലിം മേക്കറാണ്. സിനിമ കണ്ട് ആളുകൾ കൈയടിക്കുന്ന നിമിഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരുപാട് ആളുകളിൽ ഒരുമിച്ച് രോമാഞ്ചമുണ്ടാക്കുക എന്നത് ഒരു മാസ് സിനിമയുടെ ധർമ്മമാണ്. അത് സിനിമ കാണുന്ന ആളുകൾ ആവശ്യപ്പെടുന്ന കാര്യവുമാണ്. അതുണ്ടാക്കാനായി ഒരു ഫോർമുലയെ മാത്രം ആശ്രയിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ ഒരു പ്രേക്ഷകനുണ്ട്. ആ പ്രേക്ഷകൻ ആഗ്രഹമുള്ള രോമാഞ്ചം സൃഷ്ടിക്കുന്ന സിനിമകളാണ് എൻ്റേത്. അതനുസരിച്ചാണ് ഞാൻ തിരക്കഥ എഴുതുന്നത്. മുമ്പുള്ള ഒരു സിനിമയിൽ അങ്ങനെ കാണിച്ചതുകൊണ്ടാണല്ലോ ആളുകൾക്കിടയിൽ ആരവമുണ്ടായതെന്ന് ചിന്തിച്ച് അതുപോലെ ഒന്ന് വേണമെന്ന് കരുതി എഴുതിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ രോമാഞ്ചമുണ്ടാക്കുന്ന മാസ് സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനുണ്ട്. അയാൾക്ക് വേണ്ടി എഴുതിയ സിനിമയായിരുന്നു ലൂസിഫർ എന്ന് പറയാം, മുരളി ഗോപി പറഞ്ഞു.